പോകുന്ന curve linear motionൽ വരുന്ന projectile motion. Okay, so projectile motion is a type of curve linear motion. Okay, PPT visible ആണോ? Okay. Okay, so എന്താണ് ഒരു projectile motion? Okay, when a particle is projected into the space at an angle to the horizontal, then it is called projectile. Okay, particle which is projected into the space at an angle to the horizontal is called projectile. Okay, and the path traced by projectile is called trajectory. Okay, so this projectile will move a path through the space. Okay, that path is called trajectory and the motion is called projectile motion. Okay, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും, ഒരു ബോളിൻ്റെ. ഓക്കെ, അതായത് നമ്മൾ ഒരു ഹൊറിസോണ്ടലായിട്ടൊരു പെർട്ടിക്കുലർ ആംഗിളിൽ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിനാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ ആ പാർട്ടിക്കിൾ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഷനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഫ്രം ദിസ് പോയിന്റ് a particle is projected into the space. Okay, so it will move through the space and finally strike the ground. Okay, so this motion is called projectile motion. Okay, so this particle is projected with an angle to the horizontal. Okay, so it will have initial velocity. Okay, then examples ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay, projectile motion example. Okay, so ഈ ഒരു കേസിലെല്ലാം ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഈ പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. Okay, with respect to horizontal. Okay, so ആംഗിൾ അറിയാണെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുക, എത്ര ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്, സ്പേസിലേക്ക് എത്ര ഹൈറ്റ് മൂവ് ചെയ്യും, ഓക്കെ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് പ്രൊജക്ടൈൽ മോഷന്റെ. ഓക്കെ, സോ ആ ടേംസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം നമുക്ക്. Okay, so here you can see a trajectory. Okay, a particle is projected from the point A and it will move through the space and reach the ground at the point B. Okay, so first one, velocity of projection u. Okay, so what is mean by velocity of projection? Okay, so here the particle is projected into the space at a velocity u. Okay, that is called velocity of projection. The velocity with which projectile is projected is called velocity of projection u. Okay, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനീഷ്യൽ വെലോസിറ്റി u, ആ ഒരു വെലോസിറ്റിയിലാണ് പാർട്ടിക്കിൾ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്തത്. ഓക്കെ,
Then next one, angle of projection alpha. Okay. Here, this particle is projected with an angle alpha with the horizontal. Okay. And this alpha is angle is called angle of projection. The angle with the horizontal at which projectile is projected. Okay. That is denoted as alpha. Okay. So ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി ആണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ദെൻ എത്ര ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് എത്ര ആംഗിളിലാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ. ഓക്കെ, then time of flight. Okay, so when this particle is projected from this point A, it will reach its maximum height in this space. Okay, it is called maximum height h. Then it will return to the ground and strike the ground at B. Okay, so the time taken during this motion is called time of flight. Okay, അതായത് ഈ എ എന്നാണ് ഇത് പ്രൊജക്ട് ചെയ്തത്, മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്തു, ദെൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു മോഷൻ എടുത്ത ടൈം. ഓക്കെ, ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദി പ്രൊജക്ടൈൽ ടു റീച്ച് മാക്സിമം ഹൈറ്റ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദി ഗ്രൗണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, സോ ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതി ആയിരിക്കും മാക്സിമം ഹൈറ്റ്. അതായത് എന്ന് പ്രൊജക്ട് ചെയ്തു, മാക്സിമം ഹൈറ്റ് എത്താന്ന് പറഞ്ഞാൽ ഓക്കെ ലെറ്റ് ഇറ്റ് ബി സി, സിയിലാണ് മാക്സിമം ഹൈറ്റ് കിട്ടുക. ഓക്കെ, സോ അതുവരെ എടുത്ത ടൈം വേണമെങ്കിൽ നമുക്ക് സ്മോൾ ടീന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ എന്ന് പ്രൊജക്ട് ചെയ്തു, മാക്സിമം ഹൈറ്റ് എത്തി, ബി വരെ, ബിയിൽ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം സ്മോൾ ടി റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു ടി. ഓക്കെ, ദെൻ മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞു, ഇവിടെ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താനെടുത്ത ടൈമും സ്മോൾ ടി ആയിരിക്കും. ഓക്കെ, സോ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2t. ഹിയർ സ്മോൾ ടി റെപ്രസെന്റ് ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. ഓക്കെ, നമ്മളിപ്പം ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്താൽ അത് സ്പേസിലൂടെ പോയി അത് മാക്സിമം ഹൈറ്റ് എത്തി തിരിച്ച് താഴോട്ടേക്ക് വീഴുക. ഓക്കെ, then next, range, horizontal range R. Okay, it is the distance between point of projection and the point where projectile strikes the ground. Okay, so we know this projectile is projected from this point A. Okay, so it will move through this path, reaches maximum height, then return back to the ground and reaches at the point B. Okay, so during this it cover a horizontal distance that is called R. Okay, so ഈ ഒരു മോഷന്റെ സമയത്ത് ഇത് ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എ ടു ബി ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ, റേഞ്ച്, ഹൊറിസോണ്ടൽ range. Okay, the distance between point of projection and the point where projectile hits the ground. Okay, so ഇത്രയും ടേംസ് മനസ്സിലാക്കി വെക്കുക. അതറിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്, ദെൻ ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ ആണോ? ഓക്കെ, okay,
ദെൻ നമുക്ക് ഈ പ്രൊജക്ടൈലിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പ്രൊജക്ടൈലിന്റെ മോഷന്റെ സമയത്ത് the particle will move upwards up to the half of the time and remaining half it will move downward. Okay, so അതായത് ഇങ്ങനെയാണല്ലോ മോഷൻ. സോ ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്ടൈൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ദ മാക്സിമം ഹൈറ്റ് എത്തി, ദെൻ റിട്ടേൺ ബാക്ക് ടു ദി ഗ്രൗണ്ട്. ഓക്കെ, സോ ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എ സി ബി. ഓക്കെ, സോ എ ടു സി, ഡ്യൂറിങ് എ ടു സി മോഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ, പ്രൊജക്ടൈൽ അപ്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് ദാറ്റ് മോഷൻ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ ഇത് യൂസ് ചെയ്യാം. കാരണം അപ്വേർഡ് മോഷന്റെ സമയത്ത് നമുക്കറിയാം ജി ആണ് എടുക്കുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഗ്രാവിറ്റി ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് സൈൻ ആണ് കൊടുക്കുക. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, ദെൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് ടു ജി എസ്. ഈ ഒരു ഇക്വേഷൻ ആണ് അപ് ടു ദിസ് ഹാഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്രം സി ടു ബി, ഓക്കെ, after it reaching the maximum height, okay, this is called maximum height h, it will return to the ground. Okay, so ആ ടൈം ഇട്ട് ആ ഒരു സമയത്തുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മോഷൻ ആണ്. ഓക്കെ, സി ടു ബി. സോ ഡൗൺവേർഡ് മോഷനിൽ ജി പോസിറ്റീവ് കൊടുക്കുക, കാരണം ഗ്രാവിറ്റിന്റെ സെയിം ഡയറക്ഷൻ. ഓക്കെ, സോ ദാറ്റ് ടൈം വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. സെയിം ഇക്വേഷൻ ആണ്, സൈൻ മാറുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പ്ലസ് സൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ടൈലിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. Okay, now we have to consider three cases in projectile motion. Okay, so first condition, motion of a particle projected vertically into space. Okay, so first case, projectile is projected vertically into space. Okay, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് വേർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഒരു പാർട്ടിക്കിൾ ത്രോ ചെയ്യുകയാണ്. ഓക്കെ, സോ ആ കണ്ടീഷനിൽ എന്തൊക്കെയായിരിക്കും ഇക്വേഷൻസ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഓക്കെ, ഫ്രം ദി ഗ്രൗണ്ട്, okay, at point O, a particle is thrown upward. Okay, so it will move through the space and reaches the point B. Okay, നേരെ മേലേക്ക് എറിയുവാണ് നമ്മൾ, ഗ്രൗണ്ടിൽ നിന്ന് നേരെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു പാർട്ടിക്കിൾ എറിയുവാണ്. ഓക്കെ, സോ ഇത് മേലെ സ്പേസിലൂടെ മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് ദാറ്റ് മോഷൻ. ഓക്കെ, സോ ഗ്രൗണ്ടിൽ നിന്ന് അതൊരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് മേലോട്ടേക്ക് എറിഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് ത്രോൺ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി യു. Okay, so initially particle is at O, it is thrown upward and it will reaches maximum height at B. Okay, and it will return to the ground. Okay, it is thrown with an initial velocity u, and when it reaches the point B, maximum height എത്തുന്ന സമയത്ത് what will be its velocity, final velocity? ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? യെസ്, സീറോ. At top velocity will be 0. Okay, so final velocity is 0. V is equal to 0. Initially it is thrown with a velocity u. Okay, so 0 to B.
ഓക്കെ, ഇതാണ് ഇതിന് മാക്സിമം ഹൈറ്റ് ബി ആണ് എത്തിയത്. അതിനുശേഷം തിരിച്ച് ഗ്രൗണ്ടിലേക്ക് അത് വീഴും. ഓക്കെ, സോ അത് നമുക്ക് ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എച്ച് മാക്സ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും ഇവിടെ. ഓക്കെ, so 0 to b is the displacement of the particle. Okay, that is h max. Okay, so here we have to find the h max, maximum height എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ we know initial velocity, final velocity and the displacement. ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാ? നമുക്ക് എച്ച് മാക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിവിടെ അറിയുന്നത് ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് an acceleration due to gravity, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എച്ച് മാക്സ് ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ അത് മൂന്നും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? അത് വെച്ചിട്ട് നമുക്ക് എച്ച് മാക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, okay, here we can use ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തൂടെ? ദാറ്റ് ഈസ് v square is equal to, it is thrown upward, so g will be negative, u square minus 2g s. S means displacement. Okay, അതായത് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, നമുക്ക് ഡിസ്പ്ലേസ്മെന്റും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു കണ്ടീഷനിൽ നോക്കുക, ഇവിടെ വാട്ട് ഈസ് ആൽഫ? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഡയറക്റ്റ് upward ആണ് നമ്മൾ ത്രോൺ ചെയ്തത്. വാട്ട് ഈസ് ആൽഫ? ആംഗിൾ മെയ്ഡ് വിത്ത് ദി ഹൊറിസോണ്ടൽ. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ആംഗിൾ? ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഗ്രൗണ്ടിന് നോർമൽ ആയിട്ടാണ് പാർട്ടിക്കിൾ എറിഞ്ഞത്. ഓക്കെ, സോ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഓക്കെ, സോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എച്ച് കണ്ടുപിടിച്ചൂടെ? എച്ച് മീൻസ് ഇവിടെ എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് സി ഓന്ന് ബിയിൽ എത്തുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? എച്ച് മാക്സ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് എസ് ഐ ആം പ്രൊവൈഡിങ് ഇറ്റ് ആസ് എച്ച്. ഓക്കെ, എച്ച് മീൻസ് എച്ച് മാക്സ് ആൻഡ് ഫൈനൽ വെലോസിറ്റി വി ഈസ് 0. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ വെലോസിറ്റി 0, u, it is thrown with an initial velocity u minus 2 into g into displacement. Here displacement, maximum displacement, that is h max. Okay, from this equation we will get h max equal to u square by 2g. Okay, അപ്പോൾ എന്താണ്, നമ്മൾ ഗ്രൗണ്ടിന് നേരെ 90 ഡിഗ്രിയിൽ ഒരു പാർട്ടിക്കിളും സ്പേസിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഹൈറ്റ് മേലെ പോകും? നമുക്കതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാണെങ്കിൽ എത്ര ഹൈറ്റ് അത് മേലെ പോകുന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എച്ച് മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. യു മീൻസ് ഇനീഷ്യൽ വെലോസിറ്റിയാ. ഓക്കെ, ആ വെലോസിറ്റി അറിയാണെങ്കിൽ ആ ഹൈറ്റ്, എത്ര ഹൈറ്റ് അത് ടോപ്പിലേക്ക് പോകുന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഈ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈം, എത്ര ടൈം കൊണ്ടാണ് അത് മേലേക്ക് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. യുവും വിയും ടൈമും കണക്ട് ചെയ്തിട്ടുകൊണ്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ. ബിക്കോസ് നമുക്ക് ഇവിടെ അറിയുന്നത് യുവും വിയും ആണ്, ദെൻ ആക്സലറേഷനും അറിയാം, ടൈം ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? 3 ഇക്വേഷൻ ഓഫ് മോഷനിൽ? യെസ്, കറക്റ്റ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, ഹിയർ അപ്വേർഡ് മോഷൻ ആയതുകൊണ്ട് യു മൈനസ് വി ടി യൂസ് ചെയ്യാം. ഓക്കെ, okay, so using equation v minus u into gt. Okay, അതായത് അപ്വേർഡ് മോഷൻ ആണ്, അപ്പൊ ജിക്ക് മൈനസ് സൈൻ കൊടുത്തു. നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? v is equal to u plus at. Okay, a here is minus g. Then final velocity, ടോപ്പിൽ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി 0 ആണ്. Okay, u equal to 0.
u minus gt. From that, t is equal to u by g. ഓക്കെ, ഈ ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ? അല്ല അല്ലേ? ബിക്കോസ് നമ്മൾ ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പാർട്ടിക്കിൾ എറിഞ്ഞു, അത് മാക്സിമം ഹൈറ്റ് ബിയിൽ എത്തുമ്പോൾ എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. വട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടോട്ടൽ ട്രാവലിങ്ങിന് എടുത്ത ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് നമുക്കറിയാം, താഴേന്ന് ഇത് ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ മേലെ എത്തി അവിടെ നിൽക്കുവോ? ഇല്ല, അത് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, സോ ആ ഒരു ടോട്ടൽ ടൈം, അപ്പോൾ മേലെ ടോപ്പ് ഹൈറ്റ് വരെ എത്താൻ എടുത്ത ടൈമാണ് സ്മോൾ ടി. ദെൻ തിരിച്ച് ആ ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്താൻ അഗെയിൻ സെയിം ടൈം എടുക്കും. ഓക്കെ, സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരിക്കും? Capital T is equal to 2 into T. Okay, that is 2u by g. Okay, so ഒരു വേർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിൾ ത്രോൺ ചെയ്ത് കഴിഞ്ഞാലുള്ള അതിന്റെ മാക്സിമം ഹൈറ്റും ടൈമും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് പറയും ഏത് കണ്ടീഷൻ ഇപ്പം അപ്വേർഡ് ഡയറക്ട്ലി ത്രോൺ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ടി മാറിപ്പോരുത്. സ്മോൾ ടി മീൻസ് ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ്. ക്യാപിറ്റൽ ടി ടൈം ഓഫ് ഫ്ലൈറ്റ്, എൻറ്റയർ മോഷൻ എടുത്ത ടൈം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, സോ ഫസ്റ്റ് കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. ഇവിടെ റേഞ്ച് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ, നമ്മൾ 90 ഡിഗ്രിയിലാണ് പാർട്ടിക്കിൾ അപ്വേർഡ് ത്രോൺ ചെയ്തത്. ഓക്കെ, സോ അത് സെയിം പോയിന്റിൽ തന്നെ ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ റേഞ്ച് വിൽ ബി 0. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു മേലോട്ടേക്ക് പോയി തിരിച്ച് താഴോട്ടേക്ക് വന്ന് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യും. അവിടെ അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ഇല്ല. ഹൊറിസോണ്ടൽ റേഞ്ച് എന്തായിരുന്നു? നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞ പോയിന്റും തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്ത പോയിന്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, സോ 90 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പോയിന്റ് തന്നെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ ദർ ഈസ് നോ ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ, സോ റേഞ്ച് വിൽ ബി 0. Okay, then second condition, motion of a particle thrown horizontally into space. Okay, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, സോ അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റും. ഒരു ആള് ഒരു ബോൾ ഇവിടെ നിന്ന് ഒരു വാട്ടറിലേക്ക് ഹിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇടുവാണ്. ഓക്കെ, സോ ബോളിന്റെ മോഷൻ ആ ഒരു പാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് യു ഇനീഷ്യൽ വെലോസിറ്റി യു. ഓക്കെ, ആ ഒരു ബോയ് ഇനീഷ്യലി ആ ഒരു ഓടി വരുന്നത് യു എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്. ഓക്കെ, സോ ആ ഒരു വെലോസിറ്റിയിലാണ് ഈ ബോളിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇവിടുന്ന്. ഓക്കെ, സോ ബോൾ ഇറ്റ് വിൽ മൂവ് ത്രൂ ദിസ് പാത്ത് ആൻഡ് reaches the
വാട്ടർ. ഓക്കെ, സോ ഇതാണ് ആ ഒരു ബോളിന്റെ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പാത്തിന്റെ സമയത്ത് നമുക്ക് ഓരോ പൊസിഷൻ നോക്കാം ബോളിന്റെ. ഓക്കെ, സോ അവിടെ എന്തൊക്കെ മോഷൻ ആ ബോളിന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. സോ ദിസ് ടേക്കൺ ആസ് 1. ഓക്കെ, it will move horizontal distance and same time it has, okay, from initial point ന്ന് നിങ്ങൾ നോക്കുക. okay, initially it is at a, here. okay, so ഞാൻ ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്ത സമയത്ത് അതിന് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ടായി, വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഉണ്ടായി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് 2. okay, so here also it is moved in x direction, also in vertical direction. okay, so നിങ്ങൾ ആ ഡിസ്റ്റൻസ് എക്സ് ആൻഡ് വൈ നോക്കുക, ഓരോ പോയിന്റ് എത്തുമ്പോഴും അത് മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, then I am considering this point 3. okay, so ഇവിടെ ഫ്രം ഇനീഷ്യൽ പോയിന്റ് നിന്ന് അത് ഇത്രയും എക്സ് ഡിസ്റ്റൻസ് മാറി. okay, and y vertical movement is this much. okay, സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് നിന്ന് ഇതിനെ താഴോട്ടേക്ക് ഇട്ടപ്പോൾ ഇതിന്റെ നിങ്ങൾ പാത്ത് കണ്ടു. ഓക്കെ, ഒരു കേർവ്ഡ് പാത്താണ്. ഓക്കെ, സോ ഈ ഒരു മോഷന്റെ സമയത്ത് ഇറ്റ് വിൽ ഹാവ് ബോത്ത് ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് വെർട്ടിക്കൽ മോഷൻ. ഓക്കെ, അതായത് ആ പാർട്ടിക്കിൾ ആ പാത്തിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഹൊറിസോണ്ടലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, വെർട്ടിക്കലിയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മോഷന്റെ സമയത്ത് അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, മോഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ഓരോ പോയിന്റിലുള്ള എക്സ് ഡിസ്പ്ലേസ്മെന്റും അതുപോലെ വൈ ഡിസ്പ്ലേസ്മെന്റും കാണാൻ പറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിം ടൈം ഇതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, okay, so during this motion its horizontal velocity remains constant. okay, so at any point the horizontal velocity will be same. അതായത് ഇവിടെ നമ്മൾ എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നത്, നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ദർ ഈസ് നോ എയർ, ഈ ഒരു സൈഡിൽ നിന്ന് എയർ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ horizontal velocity will be constant. okay, ഇത് മനസ്സിലാക്കി വെക്കണം, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം യൂസ് ഉള്ളതാ. ഓക്കെ, സോ ഇങ്ങനെ ഒരു മോഷന്റെ സമയത്ത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് വെർട്ടിക്കൽ വെലോസിറ്റി? ഓക്കെ, നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് ടോപ്പിൽ, വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഓക്കെ വിൽ ബി 0. എപ്പോഴും ടോപ്പിൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും. ദെൻ ഇത് താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഡ്യൂ ടു ഗ്രാവിറ്റി ഫോഴ്സ് ഓക്കെ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസസ്. The vertical velocity of particle increases and it will reaches maximum at this final point. Okay, so ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മോഷന്റെ സമയത്ത് ഹൊറിസോണ്ടൽ വെലോസിറ്റി HVH constant and vertical velocity increases. Initially it is at 0 at top, then it increases and it will reaches maximum at final point. Okay, so ഇവിടെ മനസ്സിലായല്ലോ ഈ ഒരു മോഷന് സമയത്ത് ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവും. ദെൻ ത്രൂ ഔട്ട് മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് വെർട്ടിക്കൽ വെലോസിറ്റി ആണെങ്കിൽ ടോപ്പിൽ 0വും ദെൻ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇത് ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി ഫോഴ്സ്. ദെൻ ഫൈനലി അത് ഫൈനൽ പൊസിഷനിൽ മാക്സിമം ആയിരിക്കും ആ ഒരു വെർട്ടിക്കൽ വെലോസിറ്റി.
ഓക്കെ. സോ നമ്മൾ മോഷൻ രണ്ട് വിധത്തിലും കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഒരു ഹൈറ്റ് കാണാനാണെങ്കിൽ വി വിൽ ടേക്ക് വേർട്ടിക്കൽ വെലോസിറ്റി, എത്ര ഹൈറ്റ് എന്നാണ് ഇത് പ്രൊജക്ട് ചെയ്തത്. ദെൻ എത്ര ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, റേഞ്ച് എന്തായിരിക്കും. ഓക്കെ, റേഞ്ച് കാണാൻ നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് യൂസ് ചെയ്യുക. ദാറ്റ് ടൈം ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അത് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Okay, so a particle is thrown from a point A which is at a height h from the ground. Okay, so it will move through this path and finally hit the ground at B. Okay, and it is projected with an initial horizontal velocity u. Okay, so during this motion the particle is subjected to horizontal motion and vertically downward motion. Okay, so നമുക്ക് ഈ കണ്ടീഷനിൽ we have to find this maximum height and the range. എത്ര ഹൈറ്റ് എന്നാണ് അത് താഴോട്ടേക്ക് ത്രോൺ ചെയ്തത്, ആൻഡ് സെയിം ടൈം എത്ര ഡിസ്റ്റൻസ് അത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യും. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ പറഞ്ഞു, വേർട്ടിക്കൽ കാണുമ്പോൾ വേർട്ടിക്കൽ വെലോസിറ്റി എടുക്കണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കണം. ഓക്കെ, so consider the downward motion of the particle. Okay, so we have to find this h. Okay, using the equation s is equal to ut plus half at square. Okay, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഇവിടെ h എന്ന് പറയുന്നത്. എ എന്നാണ് പ്രൊജക്ട് ചെയ്തത്, ബിയിൽ എത്തുന്ന സമയത്ത് അതിനുണ്ടായ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് h. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് s we can provide h equal to ut plus half gt square. എന്തുകൊണ്ട് ഇവിടെ പോസിറ്റീവ് സൈൻ കൊടുത്തേ? ഡൗൺവേർഡ് മോഷൻ അല്ലേ, അപ്പൊ ജിന്റെ ഗ്രാവിറ്റിന്റെ സെയിം ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് പോസിറ്റീവ് ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ കൊടുക്കാം. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഡ്യൂറിങ് ഡൗൺവേർഡ് മോഷൻ ഹിയർ ഇനീഷ്യൽ വെലോസിറ്റി, ടോപ്പിൽ വെലോസിറ്റി 0 ആണ്, ബോട്ടത്തിൽ എത്തുമ്പോഴായിരിക്കും മാക്സിമം. ഓക്കെ ഓക്കെ, എച്ച് കാണുന്ന സമയത്ത് നമ്മൾ വേർട്ടിക്കൽ വെലോസിറ്റി എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓക്കെ, വേർട്ടിക്കൽ വെലോസിറ്റി ടോപ്പിൽ 0യും താഴെ എത്തുമ്പോൾ മാക്സിമം ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സോ u 0 ആയിരിക്കും. സോ h is equal to half ജി ടി സ്ക്വയർ കിട്ടും. Okay, and from this you can find time of flight. Okay, that is നമുക്കിവിടെ ക്യാപിറ്റൽ ടി തന്നെ എടുക്കാം. ഓക്കെ, മോഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എ ടു ബി. Okay, so from this time of flight equal to root of 2 h by g, root of 2 h by g. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം, റേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, സോ റേഞ്ച് കാണുമ്പം നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. റേഞ്ച് മീൻസ് ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്ക് എടുക്കുമ്പം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഹിയർ റേഞ്ച് ആണ്, സോ ദാറ്റ് ഈസ് ആർ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആർ. ഓക്കെ, അതായത്
ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ എസിന് പകരമായിട്ട് ആർ കൊടുക്കാം. ദെൻ വെലോസിറ്റി ഡ്യൂറിങ്, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് വെലോസിറ്റി ഏത് എടുക്കുക? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്, ദാറ്റ് ഈസ് യു. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? യു ഇൻറ്റു ടോട്ടൽ ടൈം ടേക്കൺ ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി. ഓക്കെ, ജി മീൻസ് ഇവിടെ ആക്സിലറേഷൻ അല്ലേ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ് ആക്സിലറേഷൻ നോക്കുന്നത്. ജി അല്ല എടുക്കുക, ആക്സിലറേഷൻ എടുക്കേണ്ടത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വെലോസിറ്റി കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യു കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദിസ് മോഷൻ. ഹൊറിസോണ്ടൽ വെലോസിറ്റി യു ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവുമോ? What is acceleration? Rate of change of velocity with respect to time. Okay, so here acceleration 0 ആണ്. Okay, so range in the equation എന്ത് വരും? R is equal to horizontal velocity into total time. Okay, അതാണ് ഇവിടെ എഴുതിയത്. Range is equal to U into T. Okay, T already നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, root of 2h by g. Okay, so final equation for range R equal to U into square root of 2h by g. Okay, so ഈ ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള മോഷന് മാത്രമേ കൺസിഡർ ചെയ്യണ്ടൂ. ഹൊറിസോണ്ടലി നമ്മൾ ഒരു എയർ റെസിസ്റ്റൻസ് ഒന്നുമില്ല, അതിനെ എഫക്ട് ചെയ്യുന്നില്ല, അതിന്റെ വെലോസിറ്റിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ റേഞ്ച് കാണുന്ന സമയത്ത് ജി അല്ല, അവിടെയുള്ള ആക്സിലറേഷൻ, ഹൊറിസോണ്ടലി ഉള്ള ആക്സിലറേഷൻ ആണ് എടുക്കേണ്ടത്. ബട്ട് നമുക്കറിയാം ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ഷനിലെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് കേസാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡയറക്റ്റ് അപ്വേർഡ് ആയിട്ട് ത്രോൺ ചെയ്ത കേസും, ഒന്നൊരു ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ത്രോൺ ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നോർമൽ കണ്ടീഷൻ പ്രൊജക്ടൈലിന്റെ കേസ് പറയാനുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൊജക്ടൈൽ അല്ല, ഗ്രൗണ്ടിൽ നിന്ന് ഒരു incline projection on a level surface. Okay, so here particle is projected at an angle to the horizontal. Okay, this angle of projection is alpha. Okay, with a velocity, initial velocity u. Okay, so ഈ ആംഗിൾ ആൽഫയാണ്, ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി u. അങ്ങനെയാണെങ്കിൽ what are the component of this velocity along horizontal and vertical direction? Okay, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. If it is u and this is alpha, this component will be u cos alpha and this component will be u sin alpha. Okay, so അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ component of velocity will be u cos alpha and vertical component of velocity will be u sin alpha. Okay, and it will move through this path and reaches maximum height. Okay, it is called maximum height h and reaches to the ground. Okay, and this is called range. Okay, so distance between O and B, point of projection and the point where the projectile strike is called range. Okay, so ഈ കണ്ടീഷന്റെ ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം.
ഇത് വെലോസിറ്റിന്റെ കമ്പോണന്റ് ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് യു കോസ് ആൽഫ. ഇത് വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ ആൽഫ.